എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മമ്മച്ചായനും ഗ്രേസിമയും അവർ 3 പേരുടെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും രമേശൻ നായർ ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് മേലി ഒഴുകുമായിരുന്നു, അതായിരുന്നു ഇറങ്ങി വരാതിരുന്നത് എന്ന്. എന്നിട്ട് അവരോട് അവിടെ ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് 3 പേരോട് ഇരുന്ന് സംസാരിക്കുവാണ്. അന്നേരം ഇവിടെ വേറെ ആരും ഇല്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല, ഇവിടെ ഞാനും മോനും പിന്നെ ഒരു ഹോം നേഴ്സും മാത്രമേ ഉള്ളൂ. അവരിപ്പം പുറത്തേക്ക് പോയതാണ്, എന്തൊക്കെയോ ഗുളികയൊക്കെ മേടിക്കണം, അതിനുവേണ്ടി പുറത്തേക്ക് പോയതാണ് എന്ന് പറയും. അന്നേരം ഗ്രേസിമ ചോദിക്കുന്നുണ്ട്, ഇവിടെ വെപ്പും കുടിയൊന്നും ഇല്ലേ എന്ന്. അന്നേരം രമേശൻ നായർ പറയുന്നത്, ഭക്ഷണം ഫോണിൽ വിളിച്ച് പറയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുതരും, പിന്നെ ചെറിയ രീതിയിലുള്ള കാപ്പിയും അതുപോലെ കഞ്ഞിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും എന്നാണ് രമേശൻ നായർ പറയുന്നത്. അന്നേരം മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ താഴെ കുറച്ച് പേരെ കണ്ടു, അവർ ഇങ്ങോട്ട് വരാറൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പം രമേശൻ നായർ പറയുന്നുണ്ട്, അതെൻ്റെ മകൻ്റെ ജയൻ്റെ ഭാര്യയാണ്, പിന്നെ അവളുടെ 2 സഹോദരന്മാരും ഒരു സുഹൃത്തും ഒക്കെ ഉണ്ട്, അവരിങ്ങോട്ട് കയറി വരാറൊന്നുമില്ല, ഞങ്ങളങ്ങോട്ട് അന്വേഷിച്ച് പോകാറുമില്ല എന്ന് പറയുന്നു. അന്നേരം രേവതിക്കുട്ടി അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഗ്രേസിയമ്മ രേവതിക്കുട്ടിയോട് കാറിൽ പോയി അവർ മേടിച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുവാണ്. എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ കാറിൻ്റെ കീയുമായിട്ട് രേവതിക്കുട്ടി താഴേക്ക് പോയി കഴിയുമ്പം ഗ്രേസിയമ്മ രമേശൻ നായരോട് പറയുവാണ്, അതെ, ഞങ്ങൾ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളായിട്ട് പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പം രമേശൻ നായർ പറയുന്നുണ്ട്, ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല, നിങ്ങളിങ്ങോട്ട് കാണാൻ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, കാണണമെന്ന് വാശി പിടിക്കാനുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ല, തള്ളിക്കളഞ്ഞതല്ലേ, പിന്നെ എൻ്റെ മോൻ്റെ ആഗ്രഹം കണ്ടപ്പം എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിനുള്ള മനസ്സുണ്ടായല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ജയൻ്റെ ആദ്യ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്, മരിച്ചു പോയതാണോ എന്ന്. അന്നേരം രമേശൻ നായർ പറയും, മരിച്ചു പോയതാണ്, പക്ഷെ അതിനും ഒരു കാരണമുണ്ട്, അവൻ ആ കുട്ടിയെ ഉപേക്ഷിച്ചു കുഞ്ഞുണ്ടായതിന് ശേഷം. അവൻ ഉപേക്ഷിക്കാനും കാരണം ഞങ്ങളൊക്കെ തന്നെയാണ്, അവന് വലിയ മനസ്സൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ നിർബന്ധിച്ച് ആ പെൺകൊച്ചിനെ ഉപേക്ഷിപ്പിച്ചതിന് ശേഷമാണ് ഈ വിവാഹം നടത്തിയത്. ഏതായാലും ഇവൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല, അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യുവാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗ്രേസിമയും മാമച്ചാനും കൂടി ആകെ വിഷമാവുന്നുണ്ട് അങ്ങേർക്കും ഈ കഥ പറയുമ്പം. ഏതായാലും ഈ സമയം രേവതിക്കുട്ടി വണ്ടിയിൽ പോയി ഫ്രൂട്ട്സൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. അന്നേരം ജയൻ്റെ ഭാര്യ രേവതിക്കുട്ടിയുടെ അവിടെ നിന്നൊരു പെങ്കൊച്ചെന്ന് പറയും. എന്നിട്ട് വന്നിട്ട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് എന്നാ എന്ന്. അന്നേരം ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് എന്ന് പറയുമ്പം പിന്നെ ചോദിക്കുകയാണ്, നിങ്ങളെ ഇയാളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്, ഈ രമേശൻ നായരുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം എനിക്കറിയത്തില്ല എന്ന് പറയുമ്പം, എന്താ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പം, ബന്ധമൊന്നുമില്ല, വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമെന്ന് പറയുക. അതൊക്കെ അവിടെ ഇരിക്കുന്ന ഒരുത്തൻ എഴുന്നേറ്റ് വന്നിട്ട്, ആ ബാഗിൽ എന്താ, കവറിൽ എന്താ, ഫ്രൂട്ട്സ് ആണോ, ഒന്ന് കാണിച്ചേ, ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുമ്പം, ഫ്രൂട്ട്സാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എനിക്ക് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഒന്ന് നോക്കാനാ എന്ന് പറയുമ്പോൾ, അതത്ര മര്യാദയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതിക്കുട്ടി അങ്ങ് കയറി വരുന്നത്. അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ജയൻ്റെ ഭാര്യയ്ക്ക്. അവൾ തിരിച്ചു പോയത് പിന്നെയും വെള്ളവടിയും ചീട്ടുകളിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. കയറി വന്നിട്ട് രേവതിക്കുട്ടി ഈ കാര്യം ഗ്രേസിയമ്മയോടും മാമച്ചായനോടും പറയുന്നുണ്ട്. ഞാനിങ്ങ് കയറി വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ എന്നോട്, നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നമുക്ക് ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയും. അന്നേരം അമ്മച്ചായൻ തിരിച്ചു ചോദിക്കും, നീ എന്താ മറുപടി പറഞ്ഞത് എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും, ഞാൻ പറഞ്ഞു ഒരു ബന്ധവുമില്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയും. അങ്കിളിൻ്റെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞു എന്ന് പറയും. അന്നേരം അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അന്നത്തേക്കും അങ്ങോട്ടേക്ക് രമേശൻ നായർ വരൂ കേട്ടോ. രമേശൻ നായർ മോനോട് ഇവർ വന്നു എന്ന കാര്യം പറയാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങേര് വരുമ്പോഴേക്കും കയ്യിലേക്ക് ഫ്രൂട്ട്സ് കൊടുക്കുവാണ് രേവതിക്കുട്ടി. അന്നേരം ഇത് എന്നതാ എന്ന് ചോദിക്കുമ്പോൾ ഫ്രൂട്ട്സ് ആണ് എന്ന് പറയും. അന്നേരം എന്തെങ്കിലും ആട്ടെ, മോൾ ആദ്യമായിട്ട് തന്നതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അത് മേടിക്കും. എന്നിട്ട് മോനെ കാണാൻ വാ എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ട് വിളിക്കുവാണ്. അവർ ആ റൂമിലോട്ട് ചെല്ലുമ്പം രേവതിക്കുട്ടി ഗ്രേസിയമ്മയുടെ പുറകിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുവാണേ. രേവതിക്കുട്ടിയുടെ പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങേര് കുറേ തവണ ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് രേവതിക്കുട്ടിയെ. അത് കാണുമ്പം രമേശൻ നായർ പറയും, ഇങ്ങോട്ട് കയറി നിന്നോട്ടോ, പേടിക്കണ്ട എന്ന് പറയുവാണ്. അപ്പം കുറച്ചുകൂടി അങ്ങ് കയറി നിൽക്കും. അന്നേരം അടുത്തോട്ട് വാ എന്ന് പറയുക. അങ്ങനെ രേവതിക്കുട്ടി കുറച്ചുകൂടെ അടുത്തോട്ട് കയറി നിന്ന് കഴിയുമ്പോഴേക്കും ആ കയ്യിലിങ്ങ് പിടിക്കുവാണ്. കയ്യിലിങ്ങ് പിടിക്കുന്നെങ്കിലും രേവതിക്കുട്ടിക്ക് അറിയത്തില്ലല്ലോ ഈ ബന്ധമൊന്നും. അതുകൊണ്ട് ആകെ ഒരു വിഷമാവുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. അന്നേരം കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, ഇനി തിരുത്താനാണെങ്കിൽ എനിക്ക് സമയവും ഇല്ല, തെറ്റായിപ്പോയി, എല്ലാം തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് പൊട്ടിക്കരയുന്നു. ആ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടിക്ക് ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഇതെന്താ സംഭവിക്കുന്നത് എന്നോർത്ത്. അന്നേരം രേവതിക്കുട്ടിയുടെ ഈ ഭാവമൊക്കെ കണ്ടു കഴിയുമ്പം രമേശൻ നായർ പറയുന്നുണ്ട്, പേടിക്കണ്ട,
വിഷമിക്കേണ്ട കേട്ടോ, അവൻ സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അങ്ങനെ കുറേ നേരം അങ്ങനെ നിന്ന് കരയും. അന്നേരം ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേക്കും മാമച്ചായൻ ചോദിക്കും, എന്നാൽ ഞങ്ങൾ ഇനി പൊയ്ക്കോട്ടെ എന്ന്. അന്നേരം രമേശൻ നായർ മോനോട് പറയുന്നുണ്ട്, കണ്ണ് നിറച്ച് കണ്ടോട്ടോ, ഇത് ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്, അതുകൊണ്ട് കണ്ണ് നിറച്ച് കണ്ടോണം, ഇനി ചിലപ്പം കാണാൻ പറ്റിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ രേവതിക്കുട്ടിയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഇനി അവർ പൊയ്ക്കോട്ടെ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പൊയ്ക്കോന്നിങ്ങനെ തന്നെ ഇങ്ങനെ തലയാട്ടി കാണിക്കും. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി പോരുവാണേ. ഇറങ്ങി പോരുമ്പോഴും രേവതിക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം കൈ പൊക്കി ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടമാണ്. നോക്കി അന്നേരം വിങ്ങി പൊട്ടി കരയുവാണ് ഇവർ ഇറങ്ങി പോകുന്നതിന് ശേഷവും. അങ്ങനെ അവരങ്ങ് ഇറങ്ങിപ്പോകുന്ന സ്റ്റെയറിനെ അവിടെ എത്തുമ്പത്തേക്കും രമേശൻ നായരും ഇവരെ യാത്രയാക്കാൻ വേണ്ടി ഇറങ്ങി വരും. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, താഴെ ഇരിക്കുന്ന അവരിങ്ങോട്ട് കയറി വരുമൊന്നും ഇല്ലേ, ഇവരുമായിട്ട് വേറെ ബന്ധമൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം ഒരു ബന്ധവും ഇല്ല, താഴെ ഇരിക്കുന്ന അവളുണ്ടല്ലോ അവൾ ജയൻ്റെ ഭാര്യ എന്ന് പറയുള്ളൂ. മാസങ്ങളായി ഈ കോണിപ്പടി കയറി അവൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് അവൾ കാത്തിരിക്കുന്നത് എൻ്റെ മകൻ മരിക്കാനാണ്. കാരണം ഈ വീട് അവൻ്റെയും അവളുടെയും കൂടെ പേരിലാണ്, അത് അവൾക്ക് കൈക്കലാക്കണം, അതേ അവളുടെ ലക്ഷ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അന്നേരം രമേശൻ നായർ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കടകളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാടക മാത്രം മതി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ എന്ന്. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് രമേശൻ നായർ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് വരണം കേട്ടോ, കാണാൻ വേണ്ടിയേ, എൻ്റെ മകൻ്റെ സന്തോഷം കണ്ടോ, അവൻ ഇതൊന്നും അർഹിക്കുന്നില്ല എങ്കിലും അവൻ ഒരുപാട് സന്തോഷമായി എന്ന് പറയും. ഇത്രയും ദൂരം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് മാമച്ചായൻ പറയുന്നുണ്ട്. അന്നേരം അത് അറിയാം എനിക്ക്, എങ്കിലും ഒന്ന് വരാൻ നോക്കണമെന്നൊക്കെ പറയുന്നു. അതുപോലെ രേവതിക്കുട്ടിയോടും പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് വന്നം കിട്ടും മോളേന്ന്. അന്നേരം പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. രേവതിക്കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആട്ടോ, ഇതെന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിലുണ്ട്, അതൊക്കെ ആ മുഖത്ത് നോക്കുമ്പോഴേ അറിയാം. ഏതായാലും അവർ ഇറങ്ങി പോകുന്നു. അങ്ങനെ വണ്ടി പോരുമ്പോഴും രേവതിക്കുട്ടി ഒരു അക്ഷരം മിണ്ടുന്നില്ല, മുഖം വീർപ്പിച്ചിരിക്കുവാണേ. അന്നേരം കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഗ്രേസിയമ്മ, നീ എന്താടി മിണ്ടാതിരിക്കുന്നത്, അതായതാന്നൊക്കെ പറഞ്ഞ് നിൻ്റെ നാക്കിറങ്ങിപ്പോയോ, അവിടെ വെച്ചിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നീ ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അത് കൊടുക്കാഞ്ഞിട്ടായിരിക്കും അവൾ മോന്ത ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം, ഞാൻ ബിരിയാണി ഒന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ ഇതിന് ആവശ്യമില്ലാത്തത് പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം നാക്കിറങ്ങി പോയിട്ടില്ല കേട്ടോ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കും, എന്നെ എന്തിനാ പറ്റിച്ച് അവിടെ വരെ കൊണ്ടുപോയാൽ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, എന്താ പറ്റിച്ചത്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാമെന്ന്, പിന്നെ എന്നാ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി ചോദിക്കുവാണ്, എന്നെ അന്വേഷിച്ച് അവിടെ വന്ന ആ കിളവനാണോ അങ്കിളിൻ്റെ ഫ്രണ്ട്, എന്തിനാ വെറുതെ നുണ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, കിളവനോ, റെസ്പെക്റ്റ് കൊടുത്ത് പെരുമാറണം, റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണം കേട്ടോ, അതാ നല്ലത് എന്ന് പറയും. അന്നേരം അതെന്തിനാ എന്ന് ചോദിക്കും. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, നീ ആ കഥ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും. അങ്ങനെ അവർ ആ കഥ പറഞ്ഞു കൊടുക്കുവാണ്. രമേശൻ നായർ രേവതിക്കുട്ടിയുടെ അപ്പൂപ്പനാണെന്നും അവിടെ അസുഖമായിട്ട് തളർന്ന് വയ്യാതെ കിടക്കുന്നത് രേവതിക്കുട്ടിയുടെ അച്ഛനും ആണെന്നും പറയും. അന്നേരം രേവതിക്കുട്ടിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അന്നേരം രമേശൻ നായർ പറഞ്ഞതുപോലെ തന്നെ രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ പ്രേമം തൊട്ട് അമ്മയെ പ്രേമിച്ച് നടന്നതും അത് കഴിഞ്ഞ് സ്നേഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചതും കുഞ്ഞുണ്ടായതും ഉപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പറയും. അതെല്ലാം കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുവാണ് രേവതിക്കുട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും മിണ്ടാതെ റൂമിൽ കയറിയിരിക്കുക. അന്നേരം ഗ്രേസിയമ്മ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് എന്താണ് ഈ പ്രശ്നം, നിനക്കെന്താ അങ്ങോട്ട് പോയത് ഇഷ്ടപ്പെട്ടില്ലേ, അതോ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയാത്തതിൻ്റെ വിഷമമാണോ, ഇനിയിപ്പോൾ നിനക്ക് നിൻ്റെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടോ, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുഖത്തേക്ക് നോക്കുവേ. അന്നേരം നീ എന്താണ് ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി ചോദിക്കുവാണ്, എന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്, എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനെ കാണുമെന്ന് ഞാൻ ഒരിക്കലെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു, എനിക്ക് അങ്ങോട്ട് പോയതേ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്താടി അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ രേവതിക്കുട്ടിക്ക് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ ഉപേക്ഷിച്ചത് കൊണ്ടാണല്ലോ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ഉപേക്ഷിച്ചപ്പോൾ അത്രയും വിഷമം തോന്നിയതും ആത്മഹത്യ ചെയ്തതും. അതുകൊണ്ട് ഇനി ഒരിക്കലും രേവതിക്കുട്ടിക്ക് അമ്മയെ കാണാൻ മേലാത്തൊരവസ്ഥ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഗ്രേസിയമ്മയോട് പറയുന്നുണ്ട് രേവതിക്കുട്ടി. പിന്നെ കാണിക്കുന്നത് ഹരി വീണ്ടും ബബിതയെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട്, അതായത് വാട്സപ്പിലേക്ക് ആ വീഡിയോസ് മൊത്തം ബാക്കപ്പ് ചെയ്ത് എടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ഇവിടുന്ന് പോയേക്കാം എന്ന് ബബിത തീരുമാനിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് അവർ ഇന്ന് തന്നെ കൊണ്ടുവിട്ടേക്കാമെന്ന് രാജീവനെ തീരുമാനിക്കുന്നു. അങ്ങനെ രാജീവൻ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിർത്തി നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് അങ്ങ് തീർക്കാനായിരുന്നു കമലയുടെ ഉദ്ദേശം. അപ്പോൾ അവരെ കൊണ്ടുവിടുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ഇവരെ കൊണ്ടുവിടാം എന്ന് തീരുമാനിച്ചത് എങ്ങനെയെങ്കിലും ബാലേന്ദ്രനും വൈജയന്തി ഒത്തുപോവാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് ഓർത്താണ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു രീതിയിൽ പ്രശ്നമില്ലാതെ അത് സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ബബിത ബാഗൊക്കെ എടുത്ത് ഇറങ്ങുമ്പം ഹരി പറയുന്നുണ്ട്, നീ
എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണോ നീ കരുതുന്നത്? നീ എവിടെ പോയാലും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിട്ട് വിടുന്നത്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.